ഓം ശ്രീ മഹാകാളിപനാകി വജ്രകോശി നമ. നമസ്കാരം, ഞാൻ രാഘുമാർ ശ്രീരാമ. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇന്ന് നമ്മളെല്ലാവരും വീട്ടിൽ വിളക്ക് വെച്ച് ആരാധിക്കാറുണ്ട്. അപ്പോൾ അതിൽ പലർക്കും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവും ഇല്ലാത്തവരാണ്. അതായത് വിളക്ക് വയ്ക്കും, കത്തിക്കും, പ്രാർത്ഥിക്കും, പോവും. അപ്പോൾ ഇതിന് ഒരു ആധികാരികതയുണ്ട്. ആ ആധികാരികതയെ പരിചയപ്പെടുത്തുക എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ വിളക്ക് വെച്ച് കത്തിച്ചതിന് ശേഷം തൊഴുത് ചൊല്ലി പ്രാർത്ഥിക്കേണ്ട ഒരു ശ്ലോകമുണ്ട്. അതിവിടെ ചൊല്ലാം. അപവിത്ര പവിത്രോവ സർവാവസ്ഥാം ഗതോപി വായഃ സ്മരേൽ പുണ്ടരീകാക്ഷം സബാഹ്യാഭ്യം. അതിനുശേഷം ഒരു പൂവെടുത്ത് ഗും ഗുരുഭ്യോ നമ ദക്ഷിണാമൂർത്തിയെ സങ്കല്പിച്ച് ഓം നമ ശിവായ ശാന്തായ ശുദ്ധായ പരമാത്മനെ നിർമ്മലായ പ്രസന്നായ ദക്ഷിണാമൂർത്തയേ നമ എന്ന് ചൊല്ലി വിളക്കിൻ്റെ ചോട്ടിൽ അർപ്പിച്ച് അടുത്തൊരു പുഷ്പം എടുത്ത് ഗണപതി ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് ഏകദന്തം മഹാകായം സപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ആ പുഷ്പം കൂടെ വിളക്കിന് ചോട്ടിൽ അർപ്പിക്കുക. ഇനി ഒരു പുഷ്പം എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതി കുലം ച കുലധർമ്മം ച മാംസ പാലയ പാലയ. അല്ലയോ മഹാകാളി, എന്നെയും എൻ്റെ കുലത്തെയും കുലധർമ്മത്തെയും കാത്തുകൊള്ളണമേ പരദേവ്യത്തെ എന്നാണ് അതിൻ്റെ സാരം. തുടർന്ന് എന്ത് നാമം വേണമെങ്കിലും ചൊല്ലാം. അപ്പോൾ പ്രാരംഭം ഇങ്ങനെയാണ്. അവസാനം നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഈ മന്ത്രവും തീർച്ചയായും ചൊല്ലണം. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽ പൂജിതം മായാ ദേവ പരിപൂർണം തദസ്തുതേ.